എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ പി അശോക്, ശാന്തി യോഗ നേച്ചുറൽ ലിവിംഗ് സെന്റർ മേപ്പയൂർ, കൊയിലാണ്ടി, കോഴിക്കോട് ഡിസ്ട്രിക്ട്. ഞങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ് കഴിഞ്ഞ 23 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്കറിയാം. ഹൃദയ ബ്ലോക്കുകൾ, പ്രമേഹം, ആസ്തമ, സന്ധിവാതനം, വിഷാദരോഗം, രക്തസമ്മർദ്ദം, അപസ്മാരം, അമിതവണ്ണം, ഗർഭാത്രമുഴകൾ, മൂത്രാശയ കല്ലുകൾ, മൈഗ്രെയിൻ, ലൈംഗിക തകരാറുകൾ, കൊളസ്ട്രോൾ, ആർത്തവ തകരാറുകൾ, നടുവേദന, അൾസർ, പൈൽസ്, ഫേറ്റി ലിവർ, സ്ട്രോക്ക്, മലബന്ധം, അലർജി, സന്ധിവാതം, പിത്താശയ കല്ലുകൾ, ക്യാൻസർ, ഹൈപ്പർ ടെൻഷൻ, ഉറക്കമില്ലായ്മ, മുട്ടുതേയ്മാനം. ഇത്രയും അസുഖം മനുഷ്യൻ ജീവിതശൈലി രോഗങ്ങളായിട്ടെന്ന് അനുഭവിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ സംസ്ഥാനം എടുത്തു നോക്കിയാൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗങ്ങളിൽ ബുദ്ധിമുട്ടുന്നത്. എന്തുകൊണ്ടാണ്? ഇത്രയും ആധുനിക സൗകര്യമുള്ള നമുക്ക്, എല്ലാ വീടും എല്ലാ സൗകര്യമുള്ള നമുക്കിന്ന് 110 പേർ ക്യാൻസർ ആകുന്നു, 64 ലക്ഷം പേർ ഇൻസുലിൻ കുത്തിവെക്കുന്നു, 55 ലക്ഷം പേർ ബിപിയുടെ ഗുളിക കുടിക്കുന്നു. ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. ഇതിൻ്റെ ഒരു പരിപൂർണമായ മാറ്റമാണ് ഞങ്ങൾ 21 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പാരമ്പര്യമായ ഒരു സെന്ററാണ്. നമുക്കറിയാം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളെ മാറ്റാനുള്ള വളരെ ഫലപ്രദമായ ചില ടെക്നിക്കുകളാണ് ഞങ്ങൾ പ്രയോഗിക്കുന്നത്. നിലവിൽ രോഗികളിൽ ഏത് ട്രീറ്റ്മെന്റാണ് എടുക്കുന്നത്, അലോപ്പതിയാണോ ആയുർവേദമാണോ ഹോമിയോ ആണോ എടുക്കുന്നത്, ആ സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരെ ഘട്ടം ഘട്ടമായിട്ട് ഈ ജീവിതശൈലിയിൽ നിന്ന് പുറത്തു കടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിന് നമ്മൾ ചെയ്യുന്നത് ഒന്ന് യോഗ തെറാപ്പിയാണ്, ഒന്ന് പ്രോപ്പർ ഡയറ്റാണ്, അവരുടെ ശരിയായ ഭക്ഷണ ക്രമീകരണം, നമുക്ക് പ്രോപ്പർ എക്സസൈസ് ആണ് യോഗ തെറാപ്പി. അതുപോലെ പ്രോപ്പർ ബ്രീത്തിങ്, നമ്മുടെ ഓക്സിജന്റെ അളവ് കറക്റ്റായിട്ട് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശം. അതുപോലെ പ്രോപ്പർ റിലാക്സേഷൻ, ആ ബോഡിക്ക് 6 മണിക്കൂർ സ്വപ്നം കണ്ട് ഉറങ്ങാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ നമുക്കറിയാം, ഇന്ന് ആധുനിക കാലഘട്ടം നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നാനോ ടെക്നോളജി പ്രകാരം നമുക്ക് ഓരോ ഓർഗൻ ബേസ്ഡ് ഫുഡ് സപ്ലിമെന്റ് അവൈലബിൾ ആണ്. അതിനുവേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ലേമുണ്ട്. നമുക്കറിയാം, CFTRI, സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവർ ഇന്ന് സപ്ലിമെന്റുകൾ ഓരോ ഓർഗൻ ബേസ്ഡ് സപ്ലിമെന്റുകളാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കിഡ്നി ഇന്ന് ക്രിയാറ്റിൻ ലെവൽ കൂടി ഭൂരിപക്ഷം പേരും ഡയാലിസിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് വേണ്ടി കുരുമുളക് എന്നുള്ള ബയോ പെപ്പറിനാണ്. ആ കുരുമുളക് ബയോ പെപ്പറിൻ എടുക്കാനുള്ള സംവിധാനം ഇന്ന് നിലവിലുണ്ട്. നമുക്ക് ആ കുരുമുളകിനൊന്നും പറ്റാതെ ആ സത്തെടുക്കാനുള്ള സംവിധാനം ടെക്നോളജി അവൈലബിൾ ആണ്. അമേരിക്കയാണ് ഇത്ര മെഷീനറി നമ്മുടെ ഇന്ത്യക്ക് കൊടുക്കുന്നത്. അതുപോലെ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ നമ്മുടെ മഞ്ഞളിലെ കൂർക്കുമനാണ്, ഓരോടെ ഓർഗൻ ബേസ്ഡ് ആണ്. ഇനി തൈറോയ്ഡ് പ്രോബ്ലം ആണ്, ഗർഭപാത്ര മഴയാണ്, PCOD ആണെങ്കിൽ ഈ ട്രീറ്റ്മെന്റ് കൂടെ അവർ കൊടുക്കുന്ന സാത്വിക ഭക്ഷണ ക്രമീകരണത്തിൽ കൊടുക്കുന്നത് ക്യാരറ്റ് നല്ല ബീറ്റ കരോറ്റിൻ ആണ്. അങ്ങനെ നമുക്കറിയാം, ഇന്ന് ഭൂമിയിൽ നമുക്ക് ഓരോ ഓർഗൻ ബേസ്ഡ് ഫുഡിലെ എന്താണോ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ടത് എടുക്കാനുള്ള സംവിധാനം നിലവിലുണ്ട്. നമുക്കറിയാം, ഫാറ്റി ലിവറാണ് ഭൂരിപക്ഷം പേർക്കും, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ്. ഇതിന് കിഴാറ് നെല്ലി എന്നുള്ള പ്രൊഡക്റ്റ് എടുക്കാനുള്ള സപ്ലിമെന്റ് ഉണ്ട്. ഇത് നമ്മൾ ഇത്ര ശിഷ്ടങ്ങൾ പാലിച്ചുകൊണ്ട്, അതായത് സാത്വിക ഭക്ഷണ ക്രമീകരണം, പഴങ്ങളും പച്ചക്കറികൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടും, രണ്ടാമത്തെ ഭക്ഷണമായ രജസിക ഫുഡ്, നമുക്കറിയാം കുക്ക്ഡ് ഫുഡാണ്, രണ്ടാമത്തെ പ്രാധാന്യം അതിന് കൊടുത്തുകൊണ്ടും, തേർഡ് കാറ്റഗറി ഫുഡ് നമുക്ക് തമസാകുന്ന ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും, നമുക്കറിയാം പഞ്ചസാര, മൈദ, ബേക്കറി, ടിൻ ഫുഡുകൾ, ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണങ്ങൾ, പാചകം ചെയ്ത് 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇത്ര ഫുഡുകളെ നമ്മൾ ചെയ്യുന്ന ഒഴിവാക്കിക്കൊണ്ട് ഒരു സാത്വിക ഭക്ഷണ ക്രമീകരണവും അതുപോലെ രജസീയ ഭക്ഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇത്ര സിസ്റ്റം അപ്ലൈ ചെയ്തുകൊണ്ട് അവർ നിലവിൽ അനുഭവിക്കുന്ന അസുഖങ്ങളിൽ നിന്നും പരിപൂർണമായിട്ട് പുറത്ത് കടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇതിനുവേണ്ടി ഞങ്ങൾ ഒരു 10 വർഷത്തോളമായി IPS സെന്റർ നടത്തി വരുന്നു. 12 ദിവസം അവിടെ ഇവിടെ IP ഇട്ട് അവരെ ബോഡി സർവീസ് ചെയ്യുക എന്നുള്ള ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്. അവരുടെ ബോഡിയിലുള്ള അജിനോമോട്ടോ, യൂറിക് ആസിഡ്, അതുപോലുള്ള ബ്ലഡിലെ അഴുക്കുകളെ ക്ലീൻ ചെയ്ത് ആ ശരീരത്തെ ഒരു ഫ്രഷ് ആക്കി മാറ്റിയതിനു ശേഷം അതേ ഭക്ഷണ ക്രമീകരണത്തിൽ നമ്മളൊരു 4 to 6 മാസം കഴിക്കുമ്പോഴത്തേക്ക് അവർ പൂർണ്ണമായിട്ടും ജീവിതശൈലികൾ പുറത്ത് കിടക്കുകയാണ്. നമുക്കറിയാം, ഞങ്ങൾ ഏറ്റവും കൂടുതൽ അറ്റൻഡ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ക്യാൻസറാണ്. റേഡിയേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്ഷണം ആഗിരണം ചെയ്യുന്നൊരു ബോഡിയാണ്. ഫുഡ് ദഹിച്ച് മലമായിട്ട് കളയുന്നൊരു ശരീരമാണെങ്കിൽ പൂർണ്ണമായിട്ടും അവരെ നമുക്ക് മുക്തമാക്കി എടുക്കാൻ കഴിയും. അതിന് നമ്മൾ സപ്ലിമെന്റ് ഉൾപ്പെടെ 2 നേരം പഴങ്ങളും ഭക്ഷണം, അങ്ങനെ ഒരു ഡയറ്റ് സിസ്റ്റമാണ് അവിടെ ഫോളോ ചെയ്യുന്നത്. ഇന്ന് മനുഷ്യൻ കഴിക്കുന്നത് പൂർണ്ണമായിട്ട് വിരുദ്ധാഹാരങ്ങളാണ്. ഒരു പെട്രോൾ ഒഴിക്കേണ്ട വണ്ടിയിൽ നമ്മൾ ഡീസൽ ഒഴിക്കുകയാണെങ്കിൽ അത് ANT ഫ്യൂവലാണ്. അതിൽ മനുഷ്യൻ അറിയുന്നില്ല, എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ കോടാനുകോടി രൂപ വിലയുള്ള ശരീരത്തിലേക്ക് ഞാൻ ANT ഫ്യൂവൽസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ എന്തൊക്കെയാണ് നമ്മുടെ വിരുദ്ധാഹാരങ്ങൾ, എന്തൊക്കെയാണ് നമ്മുടെ അർദ്ധവിരുദ്ധാഹാരങ്ങൾ, എന്തൊക്കെയാണ് ഈ ശരീരത്തിന് വേണ്ടത് എന്നുള്ളത് ഒരു ഹ്യൂമൻ ബോഡി, ഒരു മനുഷ്യനെ പഠിപ്പിച്ച്, ഒരു കാർ എങ്ങനെയാണോ ഡ്രൈവ് ചെയ്യാൻ അവർ പഠിക്കും പോലെ
ഈ ശരീരത്തെ എങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം മരണമേ രോഗമില്ലാത്ത അത്ര സിസ്റ്റം അവിടെ അവലംബിച്ചുകൊണ്ട് അവർ ബോഡിയിലുള്ള 5 സിസ്റ്റങ്ങളെ ഞങ്ങൾ നോർമൽ ചെയ്യുന്നു. ഒന്നാമത്തതാണ് ബ്രീത്തിങ്, ശ്വസനേന്ദ്രിയ വ്യവസ്ഥ. അവിടെയാണ് ആസ്മയും അലർജി പോലുള്ള അസുഖങ്ങൾ വരുന്നത്. പരിപൂർണമായിട്ട് ഈ ആസ്മയെ അവിടെ നിന്ന് ഒഴിവാക്കിയെടുക്കുകയാണ്. അതുപോലെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം, അവിടെയാണ് നമുക്ക് വെരിക്കോസ് വെയിന്, ഹൃദയ ബ്ലോക്കുകൾ, BP എന്ന അസുഖം നമ്മൾ കാണുന്നത്. അതുപോലെ ഡയജറ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയ വ്യവസ്ഥ, അവിടെയാണ് അൾസർ, പൈൽസ്, ഫിസ്റ്റുല, ഗ്യാസ്, ഇവിടെ ഇപ്പോൾ പുതിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വൻകുടൽ ക്യാൻസർ വരെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത്ര ഡയജസ്റ്റ് സിസ്റ്റത്തെ പൂർണ്ണമായിട്ട് രോഗമുക്തമാക്കി എടുക്കുന്നു. അതുപോലെ നമ്മുടെ യൂറിനിയുടെ പ്രവർത്തനം, നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ രോഗികൾ ഡയാലിസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 600 കൊല്ലം കഴിയുള്ള ഒരു കിഡ്നിയെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കിഡ്നി ഹാനികരമായ സിസ്റ്റം ഞാൻ അപ്ലൈ ചെയ്യുന്നത്? അതുപോലെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു 12 ദിവസം നമ്മുടെ IP ഇടുമ്പോൾ അവർ മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് ശരീരത്തെ പരിപൂർണമായിട്ട് നയിക്കേണ്ടത്, എന്തൊക്കെ സിസ്റ്റമാണ് ഈ ബോഡിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഒരു ഡോക്ടറേക്ക് നമ്മൾ വിടുക എന്ന് പറയും ഒരു വ്യക്തിയെ. ഇവിടെ വരുന്നത് മെൻസസ് വേദന, PCOD, ഗർഭാത്രമുഴൽ, മുട്ട തേയ്മാനം, ജീവിതശൈല രോഗങ്ങൾ, മടുത്ത ശേഷം പലതിടത്തും മടക്കിയതിനു ശേഷം രോഗികളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇത്ര രോഗികളെ പരിപൂർണമായിട്ട് മുക്താക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യം. ഇതൊരു പാരമ്പര്യമായ ഒരു സേവന കേന്ദ്രമാണ്. നമുക്കറിയാം ഇന്ന് മോഡേൺ മെഡിക്കൽ ജേണലിൽ കാണുന്നത് 80% ഓഫ് ദ ഡിസീസ് ആർ സൈക്കോസൊമാറ്റിക് എന്നാണ്. മനുഷ്യ അനുഭവിക്കുന്ന 80% രോഗങ്ങളും തന്റെ മാനസിക സമ്മർദ്ദം മൂലമുള്ളതാണ്. ഇവിടെ 87 ലക്ഷം ജീവികൾ ജീവിക്കുന്നു. അവർക്കായിരിക്കും ജീവിതശൈലി രോഗങ്ങളില്ല. എന്തുകൊണ്ട്? അവരുടെ സിസ്റ്റം അപ്ലൈ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്ന് മനുഷ്യൻ 110 പേര് ക്യാൻസർ ആകുന്നു, 64 ലക്ഷം പേര് ഇൻസുലിൻ എടുക്കുന്നു, 50 ലക്ഷം പേര് BP-യുടെ ഗുളിക എടുക്കുന്നു. ഇതാണ് ഇന്ന് കേരളത്തിന്റെ അവസ്ഥ. ഇതിന് മുക്തനാകാൻ കഴിയുന്ന യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ മുക്തനാകാൻ കഴിയുന്ന സെന്ററാണ് നമ്മുടെ ശാന്തി യോഗ ആൻഡ് നേച്ചർ ലിവിംഗ് സെന്റർ. കഴിഞ്ഞ 23 വർഷമായി സുത്യർഹമായിട്ട് പാരമ്പര്യം കൊണ്ടുവന്ന രീതിയിൽ കൊണ്ടുപോകുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ജനങ്ങളെ അറിയിക്കുന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അടുത്തായി നമ്മുടെ ചാനലുകളിൽ ഓരോ രോഗം എങ്ങനെ ഉണ്ടാകുന്നു, എങ്ങനെ ഒരാളെ ബോഡിയിൽ പ്രമേഹം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, എങ്ങനെ ഒരു രോഗി BP ആയി മാറുന്നു, എങ്ങനെ രോഗിയെ ക്യാൻസർ ആയിട്ട് മാറുന്നു, എങ്ങനെ രോഗിക്ക് മുട്ട തേയ്മാനം വരുന്നു, ഓരോ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ഇത് ജനീയവൽക്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. യാതൊരു പാർശ്വഫലങ്ങളില്ലാതെ രോഗങ്ങളെ മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഒരു സെന്ററാണ് ശാന്തി യോഗ നേച്ചർ ലിവിംഗ് സെന്റർ, മേപ്പയൂർ, കോഴിക്കോട് ജില്ല. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.